ലോകം ഒരു വൈറസിന് മുന്നിൽ കീഴടങ്ങിയ വർഷമാണ് 2020. പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള സമരം മുതൽ കർഷക സമരം വരെ എത്തി നിൽക്കുന്ന തീക്ഷ്ണമായ സമര പോരാട്ടങ്ങൾക്ക് രാജ്യതലസ്ഥാനം സാക്ഷിയായ വർഷം. COVID-19 എന്ന മഹാമാരിക്ക് മുന്നിൽ പൊരുതാൻ കരളുറപ്പ് നൽകിയ വർഷം. ഡൊണാൾഡ് ട്രംപിന്റെ പരാജയവും ജോർജ് ഫ്ലോയിഡിന്റെ മരണവുമെല്ലാം ആഗോളതലത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ച വർഷം. COVID-19 വ്യാപനവും ലോക്ക്ഡൌണുമൊക്കെയായി മറ്റൊരു വർഷവും നേരിടാത്ത ട്രോളുകളും ശാപവാക്കുകളും ഏറ്റുവാങ്ങിയാണ് 2020 പടിയിറങ്ങുന്നത്. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകമൊന്നാകെ പുതുപ്രതീക്ഷയിലാണ്. 2021 പുതിയ കലണ്ടറുകൾ ചുമരിൽ സ്ഥാനം പിടിക്കുന്നതിന് മുമ്പ് പോയ വർഷത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക്. 2020 പിറന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദുരന്ത വാർത്തകൾ നാം കേട്ടു തുടങ്ങി. ഓസ്ട്രേലിയയിൽ പടരുന്ന കാട്ടുതീയുടെ രൂപത്തിലായിരുന്നു ആ വാർത്തകൾ വന്നത്. പുതുവർഷത്തിലും ഓസ്ട്രേലിയയെ കാട്ടുതീ വിഴുങ്ങി. കാട്ടുതീയിൽ കത്തിയമർന്ന മൃഗങ്ങളുടെ ചിത്രങ്ങൾ ലോകത്തെ കണ്ണീരിലാഴ്ത്തി. കാട്ടുതീയുടെ വാർത്തയ്ക്കു പിന്നാലെ എത്തിയത് അന്താരാഷ്ട്ര ലോകത്തെ പിടിച്ചുകുലുക്കുന്ന വാർത്തയാണ്. ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച അമേരിക്ക ഇറാനിയൻ ജനറൽ കാസിം സുലൈമാനിയെ വധിച്ചു. വാർത്തയ്ക്കു പിന്നാലെ ലോകം ഉറ്റുനോക്കിയത് ഇറാന്റെ പ്രതികരണത്തിനായിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് വരെ സാധ്യതകൾ ഉയർന്നു വന്ന കാലം. മുസ്ലിങ്ങൾ ഒഴികെയുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിന് നിയമങ്ങൾ ലഘൂകരിക്കുന്ന നിയമം BJP സർക്കാർ പാസാക്കിയത് 2020 ജനുവരി 8-നാണ്. രാജ്യത്ത് കടുത്ത പ്രതിഷേധങ്ങൾക്കിടയാക്കിയാണ് നിയമം ഭേദഗതി ചെയ്തത്. തുടർന്നും ശക്തമായ പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് നടന്നത്. (2019) അവസാനത്തോടെ ചൈനയിലെ വുഹാനിൽ നിന്നും പുറപ്പെട്ട COVID-19 വൈറസ് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. ചൈനയിലെ വുഹാനിൽ നിന്നെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥിക്കാണ് വൈറസ് പോസിറ്റീവായത്. കൊറോണ വൈറസിന്റെ വ്യാപനത്തെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും ജനുവരി 30-നാണ്. ആ സമയത്ത് ലോകത്താകെ 7818 പേർക്കായിരുന്നു രോഗം. ഇതിൽ 7736 കേസുകളും ചൈനയിൽ തന്നെയായിരുന്നു. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ മുസ്ലിം വിരുദ്ധ കലാപമുണ്ടായി. മുസ്ലിങ്ങൾക്കെതിരെ ആസൂത്രിതമായ ആക്രമണം നടന്നതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ. കലാപം നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡൽഹി പോലീസിന് വീഴ്ച സംഭവിച്ചു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെ നമസ്തേ ട്രംപ് എന്ന പരിപാടിക്ക് മുന്നോടിയായാണ് ഡൽഹിയിലെ മുസ്ലിം വിരുദ്ധ കലാപം. ഫെബ്രുവരി 24, 25 തീയതികളിലായിരുന്നു ട്രംപ് ഇന്ത്യയിലെത്തിയത്. സ്വാമി വിവേകാനന്ദൻ, സുച്ചിൻ ടെണ്ടുൽക്കർ, മൈ ഫ്രണ്ട് തുടങ്ങിയ വാക്കുകൾ വലിയ രീതിയിൽ അന്ന് പരിഹസിക്കപ്പെട്ടിരുന്നു. ഡൽഹി കലാപത്തെ തുടർന്ന് വ്യാജവാർത്ത പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് മലയാളത്തിലെ 2 വാർത്താ ചാനലുകളെ കേന്ദ്ര സർക്കാർ വിലക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, മീഡിയ 1 ചാനലുകൾക്കാണ് വിലക്ക്. വിമർശനങ്ങളെ തുടർന്ന് വിലക്ക് പിൻവലിക്കുകയായിരുന്നു. 2012 ഡിസംബർ 16-ന് ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ വെച്ച പാരാമെഡിക്കൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ രാജ്യത്തെ നടുക്കിയ നിർഭയ കേസിൽ പ്രതികളെ തൂക്കിലേറ്റി. രാജ്യത്തെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ഇറ്റലിയിൽ കോവിഡ് വ്യാപകമാകുന്നതും കൊറോണ വൈറസ് വ്യാപിക്കുന്നതിന്റെ സാഹചര്യത്തിൽ എവറസ്റ്റിലേക്കുള്ള യാത്ര നിരോധിച്ചതെല്ലാമായി കോവിഡ് പിടിമുറുക്കിയതും മാർച്ചിലാണ്. ലോകത്താകെ 5 ലക്ഷം പേർക്കാണ് മാർച്ചോടെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 23,000 പേർക്കാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത്. 81,321 രോഗികളും 1000 മരണങ്ങളുമായി അമേരിക്കയിലും കോവിഡ് മാർച്ച് മാസത്തിൽ പിടിമുറുക്കി. രോഗലക്ഷണമില്ലാത്ത 139 COVID-19 കേസുകൾ ചൈനയിൽ റിപ്പോർട്ട് ചെയ്തതോടെ കോവിഡ് പുതിയ തലത്തിലെത്തിയ മാസമാണ് ഏപ്രിൽ. ഏപ്രിൽ 2-ന് ലോകവ്യാപകമായി 1 ദശലക്ഷം പേർക്ക് COVID-19 വൈറസ് സ്ഥിരീകരിച്ചു. ഏപ്രിൽ 5-ന് അമേരിക്കയിലെ ബ്രോക്സ് മൃഗശാലയിൽ പാർപ്പിച്ചിരുന്ന കടുവയ്ക്ക് COVID-19 സ്ഥിരീകരിച്ചതോടെ ലോകത്താദ്യമായി മൃഗശാലകളിലും കോവിഡ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഏപ്രിൽ 10-ന് ലോകത്ത് കോവിഡ് മരണം 1 ലക്ഷം കടന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു.
കോവിഡ് ഭീതിയിൽ കഴിയുന്ന കേരളത്തിലെ പ്രവാസികൾക്ക് ദിവസങ്ങൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്താൻ ആരംഭിച്ചത് മെയ് 7-നാണ്. 2 വിമാനങ്ങളാണ് ആദ്യ ദിവസം കേരളത്തിലെത്തിയത്. അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കായിരുന്നു ആദ്യ സർവീസ്. രണ്ടാമത് ദുബായ് കരിപ്പൂർ വിമാനമായിരുന്നു പറന്നിറങ്ങിയത്. കോവിഡിന് പിന്നാലെ ഇന്ത്യയിൽ ഉംഫൂൺ ചുഴലിക്കാറ്റ് അടിച്ചുവീശി. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് പശ്ചിമ ബംഗാളിലാണ് ഏറെ നാശം വിതച്ചത്. ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച ജോർജ് ഫ്ലോയ്ഡിന്റെ മരണം. യുഎസിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയ്ഡിനെ പോലീസ് കൊലപ്പെടുത്തിയത് ജനകീയ പ്രക്ഷോഭത്തിന് ഇടയാക്കി. രാജ്യവ്യാപകമായും പിന്നീട് ലോകവ്യാപകമായും പ്രതിഷേധങ്ങളും ഐക്യദാർഢ്യ പ്രകടനങ്ങളും ബ്ലാക്ക് ലൈവ്സ് മാറ്ററും നടന്നു. പാലക്കാട് ഗർഭിണിയായ ആന സ്ഫോടക വസ്തു കടിച്ച ചെരിഞ്ഞ സംഭവം രാജ്യത്ത് തന്നെ ചർച്ചയായിരുന്നു. ജൂൺ ആദ്യവാരമാണ് വാർത്ത പുറത്തു വന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് സംഭവം നടന്നതെങ്കിലും മലപ്പുറത്തെ ക്രൂരത എന്ന പേരിൽ വലിയ പ്രചാരണങ്ങളാണ് ഈ വിഷയത്തിൽ നടന്നത്. സംഘപരിവാർ മലപ്പുറത്തിനെതിരെ ഏറ്റവും വലിയ ആയുധമായും ഇതിനെ കണ്ടിരുന്നു. ലഡാക്കിൽ ഇന്ത്യ ചൈന അതിർത്തിയായ ഗൽവാൻ താഴ്വരയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 20 ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഒരു കേണൽ ഉൾപ്പെടെ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. UN രക്ഷാസമിതിയിലേക്ക് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടു. 193 അംഗ ജനറൽ അസംബ്ലിയിൽ 184 വോട്ടുകളായിരുന്നു ഇന്ത്യക്ക് ലഭിച്ചത്. ഏഷ്യ പസഫിക് വിഭാഗത്തിലാണ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ ദുബായ് കോഴിക്കോട് വിമാനം അപകടത്തിൽപ്പെട്ട പൈലറ്റ് ഉൾപ്പെടെ 18 പേർ മരിച്ചത് രാജ്യത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. അമേരിക്കയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് കൂറ്റൻ തോൽവി നേരിടേണ്ടി വന്ന ദിവസം. മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനാണ് ട്രംപിനെ തറപറ്റിച്ച പുതിയ അമേരിക്കൻ പ്രസിഡന്റായത്. വിവാദമായ കാർഷിക നിയമത്തിനെതിരെ സമരം ചെയ്യുന്ന കർഷക സംഘടനകളുടെ പ്രതിഷേധം നവംബർ മാസം 26-ാം തീയതിയാണ് ആരംഭിച്ചത്. മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF മേൽക്കൈ നേടി. LDFന് 41.55% വോട്ടാണ് ലഭിച്ചത്. പുതിയ കൊറോണ വൈറസ് വകഭേദം UK സ്ഥിരീകരിച്ചു. നിയന്ത്രണാതീതമാണ് മുന്നറിയിപ്പ്. ഇന്ത്യ ഉൾപ്പെടെ വിമാനങ്ങൾ ഇതോടെ നിർത്തിവെച്ചു. 28 വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റർ അഭയ കൊലപാതക കേസിൽ വിധിയെത്തിയ ദിവസം. ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തവും സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തവുമാണ് ശിക്ഷ. കേസിലെ നിർണായക സാക്ഷി അടക്ക രാജു മലയാളികളുടെ ഹൃദയം കീഴടക്കിയതും ഈ കേസിലെ വിധി വന്നതിന് പിന്നാലെയാണ്. ഇത്തരം സംഭവ വികാസങ്ങൾ 2020-ൽ ഒരുപാടുണ്ട്. ഇതിനിടയിൽ MP വീരേന്ദ്രകുമാർ, കവി അക്കിത്തം, സുഗതകുമാരി, ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണ, സിനിമാ താരം ഇർഫാൻ ഖാൻ, സുശാന്ത് സിംഗ്, SP ബാലസുബ്രഹ്മണ്യം, ബാസ്കറ്റ്ബോൾ ഇതിഹാസം കൊബെ ബ്രയന്റ്, ചാഡിക് ബോസ്മാൻ, ഋഷി കപൂർ, പ്രണവ് മുഖർജി, അനിൽ നെടുമങ്ങാട്, സച്ചി തുടങ്ങിയ വിയോഗങ്ങളും 2020-ന്റെ വേദനകളാണ്, പുതുപ്രതീക്ഷകളാണ്. ഏവർക്കും പബ്ലിക് കേരളയുടെ പുതുവത്സരാശംസകൾ.